ഹായ്, എല്ലാവർക്കും ലേൺ വൈസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് BA പൊളിറ്റിക്കൽ സയൻസിൽ ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ട് എന്ന് പറയുന്ന പേപ്പർ അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്ട് ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷനാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പൊ ഇതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു പേപ്പർ എന്താണ്, കാരണം നമുക്ക് ഈ ഒരു ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ട് എന്ന് ഈ ഒരു നെയിമിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാവില്ല അല്ലേ, ഇതൊരെന്ത് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ഐഡിയ കിട്ടില്ല. സോ ശരിക്കും ഈ പേപ്പറിൽ എന്താണ് വരുന്നത്, എന്ത് ടോപ്പിക്സ് ആണ് വരുന്നത്, ഇതിപ്പോ നമ്മൾ ഈ ഒരു പൊളിറ്റിക്സിൽ നമ്മളത് പഠിക്കേണ്ട ആവശ്യം എന്താണ് എന്നതിനെ കുറിച്ചല്ല നമ്മൾ ഇന്ന് പറഞ്ഞു പോകും. അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ ഒരു ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ ഒരു പേപ്പറിനെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയ പറഞ്ഞു തരാം. അതായത് നമ്മൾ കറക്റ്റ് ക്ലാസ്സിലേക്ക് ഓരോ യൂണിറ്റ് വെച്ച് പോകുന്നേക്കാളും മുമ്പ് ഈ പേപ്പർ എന്താണെന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കാം. അപ്പൊ ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പേപ്പറിൽ നമ്മൾ ബ്ലോക്ക് 1 ബ്ലോക്ക് 2 എന്ന് രണ്ട് സെറ്റ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുന്നത്. അപ്പൊ ബ്ലോക്ക് 1 നമുക്ക് 4 യൂണിറ്റ് ആണ് വരുന്നത്. ഫസ്റ്റ് യൂണിറ്റ് ബ്രാഹ്മണിക്, സെക്കൻഡ് ശ്രാമണിക്, തേർഡ് ഇസ്ലാമിക്, ലാസ്റ്റ് ഭക്തി. ഈ 4 യൂണിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് തീരും. അതിനുശേഷം നമുക്ക് സെക്കൻഡ് പാർട്ട് വരും. സെക്കൻഡ് പാർട്ടിൽ നമുക്ക് യൂണിറ്റ് 5 തൊട്ട് യൂണിറ്റ് 13 വരെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഓരോന്നും, അത് പാർട്ട് 1ഉം പാർട്ട് 2ഉം ഓരോ യൂണിറ്റും എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ കവർ ചെയ്യുന്നത് നമുക്ക് പറഞ്ഞു പോവാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് യൂണിറ്റ് എന്താണ്, ബ്രാഹ്മണിക് അല്ലെ. കേൾക്കുമ്പോൾ തന്നെ ഈസിയാ, എന്താ ബ്രാഹ്മണിക്, നമ്മൾ എവിടേക്കോ എന്തൊക്കെയോ കേട്ടിട്ട് നമുക്ക് എന്തൊക്കെയോ അറിയാവുന്ന കാര്യങ്ങളാണ്. അതെ, അങ്ങനെ തന്നെയാ. അതിൽ പ്രത്യേകിച്ച് നമുക്ക് ഭയങ്കര സീരിയസ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് മനസ്സിലാക്കി പോയാൽ മതി. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഇതിന്റെ സ്കോപ്പ് എന്താണെന്ന് നോക്കും. പിന്നെ ഇതിന്റെ ബേസിക് കൺസെപ്റ്റ്, ഈ ഒരു ബ്രാഹ്മണിക് ട്രഡീഷണൽ ബേസിക് കൺസെപ്റ്റ് എന്താണെന്ന് നോക്കും. പിന്നെ ഇതിന്റെ എവല്യൂഷൻ, അതായത് നമ്മുടെ പൊളിറ്റിക്കൽ ഐഡിയാസ് അല്ലെങ്കിൽ പൊളിറ്റിക് ആയിട്ടുള്ള എവല്യൂഷൻ എന്താ, നമ്മുടെ പൊളിറ്റിക്സ് ആയിട്ടുള്ള കണക്ഷൻ എന്താ ഈ ഐഡിയോളജിയിൽ എന്നത് നോക്കും. അത് നമുക്ക് മെയിൻ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ വേണ്ടത് അല്ലെ, ഈ ഒരു പേപ്പറിൽ നമുക്ക് വേണ്ടതാണ്. അല്ല ഈ ഒരു പേപ്പറിൽ നമ്മൾ ചുമ്മാ ഈ ഒരു ട്രഡീഷനെ കുറിച്ച് പഠിച്ചിട്ട് കാര്യമില്ല. നമ്മളോട് എന്താ പഠിക്കണ്ടേ, ഈ ഒരു ട്രഡീഷൻ നമ്മുടെ പൊളിറ്റിക്സ് ആയിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്ത് പോകുന്നത് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അത് നമ്മൾ നോക്കും. പിന്നെന്താ, പിന്നെ ഒരു ബ്രാഹ്മണ ട്രഡീഷണൽ ലിമിറ്റേഷൻസ് എന്താണെന്ന് നോക്കും. പിന്നെ റിയാക്ഷൻ, ഈ ഒരു ബ്രാഹ്മണ ട്രഡീഷൻ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള റിയാക്ഷൻ എന്താണെന്ന് നോക്കും. അപ്പൊ ഇതാണ് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ നോക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാവുന്നത് ഇതേ മോഡലായിരിക്കും ഈ ഒരു പേപ്പറിൽ നമ്മൾ ബാക്കി എല്ലാ ടോപ്പിക്സും കവർ ചെയ്യും. അപ്പൊ നമുക്ക് സെക്കൻഡ് യൂണിറ്റ് നോക്കാം. നോക്കിയേ, സെക്കൻഡ് യൂണിറ്റ് എന്താ, ശ്രാമണിക്. ഇത് വലിയ പിടുത്തുണ്ടാവില്ല അല്ലെ, ശ്രാമണിക്. ഇതിലെന്താ പറയുന്നത്, ഇതിനകത്ത് മെയിൻ ആയിട്ട് ഇതിന്റെ സ്കോപ്പ് നോക്കും. പിന്നെ ശ്രാമണിക് റിയാക്ഷനും ബ്രാഹ്മണിക്കുമായിട്ടുള്ള റിയാക്ഷൻ, അല്ലെങ്കിൽ ഇതിനാണ് നമ്മൾ കമ്പാരിസൺ എന്താ, റിയാക്ഷൻ എന്താണെന്നുള്ളത് നോക്കും. പിന്നെ ഇതിന്റെ ബേസിക് കൺസെപ്റ്റ് നോക്കും. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള സാധനം പൊളിറ്റിക്സ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഐഡിയ ആയിട്ടുള്ള ഇതിന്റെ എവല്യൂഷൻ എന്താണെന്നുള്ളത് നോക്കും. പിന്നെ ഇതിന്റെ ലിമിറ്റേഷൻസ് നോക്കും, റിയാക്ഷൻസ് നോക്കും. സിമ്പിൾ, അതും കഴിഞ്ഞു. ഇനി അടുത്തൊന്ന് നോക്കിയാൽ നമ്മുടെ യൂണിറ്റ് 3 ഇസ്ലാമിക്. അത് നമുക്ക് പിന്നെ അറിയാവുന്നതായിരിക്കും അല്ലെ. ഇസ്ലാമിക് നമുക്ക് കേട്ടെങ്കിൽ അറിയായിരിക്കും. അതിലെന്താ നോക്കുന്നത്, അതിന്റെ സ്കോപ്പ് നോക്കും, ബേസിക് കൺസെപ്റ്റ് നോക്കും. പിന്നെ പൊളിറ്റിക്സ് ആയിട്ടുള്ള എവല്യൂഷൻ നോക്കും. പിന്നെ നമ്മൾ ഇതിൽ ഇച്ചിരി എക്സ്ട്രാ നോക്കുന്ന എന്താ, ആ ടൈം ഡൽഹി സുൽത്താനേറ്റ്, മുഗള്, കൊളോണിയൽ പീരീഡ്, ആ ഒരു ടൈമിലുള്ള നടന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ നോക്കും. പിന്നെന്താ നോക്കുന്നത്, പിന്നെ ഇതിന്റെ ലിമിറ്റേഷൻസും റിയാക്ഷനും. അപ്പൊ നമ്മുടെ തേർഡ് യൂണിറ്റും കഴിഞ്ഞു. ഇനി അടുത്ത് നോക്കിയേ, ഫോർത്ത് യൂണിറ്റ്. ഫോർത്ത് യൂണിറ്റ് ഏതാ, ഭക്തി. ഭക്തിയെ നമ്മളത് നോക്കുന്നത്, അതിന്റെ സ്കോപ്പ്, പിന്നെ എന്താ അതിന്റെ ഡൈവേഴ്സിറ്റി. ഈ ഒരു ഭക്തി ട്രഡീഷനെ കുറിച്ച് ഡൈവേഴ്സിറ്റീസ് പറയുന്നുണ്ട്, അതെന്താ, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കും. പിന്നെ ഇതിന്റെ എവല്യൂഷൻ നോക്കും, റീഫോംസ്, ആ ഒരു ടൈമിൽ നടന്നിട്ടുള്ള റീഫോംസ്, അത് വരാൻ കാരണം എന്താണെന്നുള്ളത് നോക്കും. പിന്നെ ഇതിന്റെ ലിമിറ്റേഷൻസ് നോക്കും, റിയാക്ഷൻ അല്ലെങ്കിൽ ഇമ്പാക്ട് നോക്കും. അപ്പൊ ഈ ഒരു 4 യൂണിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി അടുത്താണെങ്കിൽ നമുക്ക് സെക്കൻഡ് പാർട്ട്. സെക്കൻഡ് പാർട്ടിൽ നമ്മുടെ യൂണിറ്റ് 5 ഇതേതാ, വേദവ്യാസ. ഇത് നമ്മൾ എന്താ നോക്കാം, നമ്മുടെ ഹിസ്റ്റോറിക്കൽ പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ ആസ്പെക്ട് ഏതിന്റെ ആണ്, മഹാഭാരത ആയിട്ടുള്ളത് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കും. പിന്നെന്താ, നമ്മുടെ to identify the political thought in Mahabharata and a comparison with the modern political theories. അതായത് മഹാഭാരതയും മോഡേൺ പൊളിറ്റിക്കൽ തിയറീസ് ആയിട്ടുള്ള കമ്പാരിസൺ നോക്കും. അപ്പൊ അന്ന് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കണം അല്ലെ. അതായത് മഹാഭാരതയും മോഡേൺ പൊളിറ്റിക്കൽ തിയറീസ് ആയിട്ടുള്ള കമ്പാരിസൺ നോക്കും. അപ്പൊ അവിടെ റിലേഷൻ വരുന്നത് നമ്മുടെ പേപ്പറുമായിട്ട് ഉണ്ട്. ഇനി അടുത്ത് നോക്കി, മഹാഭാരത represented as cultural education transmitting knowledge from one generation to other generation.
അപ്പോൾ നമുക്ക് ഒരു ജനറേഷൻ അടുത്ത ജനറേഷനിലേക്ക് നോളജ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് മഹാഭാരത റെപ്രസെന്റേറ്റീവ് പറയുന്നുണ്ട്. അപ്പൊ അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്നതും നമ്മൾ ഈ ഒരു യൂണിറ്റ് 5 നമ്മൾ നോക്കും. ഇനി അടുത്താണ് എന്താ യൂണിറ്റ് 6 ഏതാ മനു സോഷ്യൽ ഓർഡർ ആൻഡ് ലോസ്. അപ്പൊ ഇതിൽ നമ്മൾ മനുസ്മൃതി നോക്കുക കാര്യമുണ്ടോ ഇല്ലേ? ആ മനുസ്മൃതി എന്താ, അതിന്റെ സമൂഹത്തിൽ അതിന്റെ വാല്യൂ എന്താണെന്ന് നോക്കും. പിന്നെ സോഷ്യൽ ഓർഡർ എന്താന്നുള്ളത് നോക്കും. പിന്നെ എന്താ പറയുന്നത്, പിന്നെ ഈ മനു പറയുന്ന സോഷ്യൽ ലോസ്, പിന്നെ ഇതിനെ കുറിച്ച് ക്രിറ്റിസിസം, ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് 6 നോക്കുന്നത്. അതായത് മനുസ്മൃതി, മനുവിന്റെ ഐഡിയാസ്, മനുവിന്റെ ലോ, സോഷ്യൽ ഓർഡർ, ഇതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നോക്കാം. ഇനി യൂണിറ്റ് 7 എന്താ കൗട്ടില്യ അല്ലേ? കൗട്ടില്യൻ എന്നത് അറിയപ്പെടുന്നുണ്ട്, ചണക്യ എന്നും കൂടെ അറിയപ്പെടും. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കൗട്ടില്യയുടെ ഏത് തിയറിനെ കുറിച്ച് പഠിക്കുന്നത്? ഒന്ന് കൗട്ടില്യയുടെ പേഴ്സ്പെക്റ്റീവ് ഉള്ള സ്റ്റേറ്റ് എന്താന്നുള്ളത് നോക്കും. പിന്നെ ഡ്യൂട്ടി ഓഫ് കിങ്ഷിപ്പ്, കിങ്ങിനെ കുറച്ച് ഡ്യൂട്ടീസ് പറയുന്നുണ്ട്, അതെന്താന്നുള്ളത് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നോക്കും. പിന്നെ ഇതിനായിട്ടുള്ള മീൻസ് കൗട്ടില്യയുടെ പൊളിറ്റിക്കൽ വ്യൂസ് നമ്മുടെ ഇപ്പത്തെ ടൈമായിട്ട് റിലവന്റ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കും. അതാണ് യൂണിറ്റ് 7. നേരത്തെ യൂണിറ്റ് 8 എന്താ കൗട്ടില്യയുടെ തന്നെ മണ്ഡല തിയറിയാണ് നമ്മൾ നോക്കുന്നത്. അതിൽ നോക്കി നമ്മൾ മണ്ഡല തിയറി പഠിക്കുന്ന ഒരു പിക്ചർ നോക്കി പഠിക്കായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇതിലിപ്പോ നമുക്കൊരു രാജ്യം ഉണ്ടെന്ന് കരുതി, ഇപ്പൊ എനിക്കൊരു എന്റെ സ്വന്തമായിട്ടുള്ളൊരു ടെറിട്ടറി ഉണ്ടെന്ന് കരുതാം, എന്റെ ഒരു ഏരിയ. അപ്പൊ എന്റെ നാടും അതിന് തൊട്ടടുത്തുള്ള നാടും എനിക്ക് എന്തായിരിക്കും? മീൻസ് ശത്രു ആയിരിക്കും അല്ലെ? എന്റെ നാട് തൊട്ടടുത്ത നാട് എനിക്ക് ശത്രു ആയിരിക്കും. ഈ നാടിന്റെ ഓപ്പോസിറ്റ് ഉള്ള നാട് അല്ലെങ്കിൽ ഈ നാട് കഴിഞ്ഞിട്ടുള്ള നാട് എനിക്ക് എന്തായിരിക്കും? മിത്രമായിരിക്കും. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് ആണ് കൗട്ടില്യയുടെ മണ്ഡല തിയറിയിൽ പറയുന്നത്. ഈ മണ്ഡല തിയറിനെ നമ്മൾ ഫോറിൻ പോളിസി എന്നും പറയുന്നത്. അന്നത്തെ മണ്ഡല തിയറി നമ്മൾ ഫോറിൻ പോളിസി ആയിട്ട് പറയുന്നത്. അപ്പൊ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നോക്കും. ഇനി യൂണിറ്റ് 9 എന്താ ദിക്ക് നിൽക്കുക, ഇതിലെന്താ നോക്കാം? ഇതിന്റെ സ്കോപ്പ് നോക്കും. ഇതിനകത്ത് കിങ്ഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്, അതെന്താന്നുള്ളത് നോക്കും. പിന്നെ പൊളിറ്റിക്സ് ആയിട്ടുള്ള എവല്യൂഷൻ നോക്കും. പിന്നെന്താ ചക്രവർത്തി, ഇതിനകത്ത് ചക്രവർത്തിനെ കുറിച്ച് പറയുന്നു. ചക്രവർത്തി എന്ന് പറയുന്ന ഒരു ഐഡിയ ഉണ്ട്, അതെന്താന്ന് നോക്കും. പിന്നെന്താ സ്റ്റേറ്റ് ആൻഡ് ധർമ്മ, ഇത് രണ്ടും തമ്മിലുള്ള കോറിലേഷൻ എന്താണെന്ന് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നോക്കും. ഇനി 10th യൂണിറ്റ്, ഇതാണ് സിയ അൽ ഭരണി. മനു കഴിഞ്ഞു, കൗട്ടില്യ കഴിഞ്ഞു അല്ലേ? ഇനി ഭരണിയുടെ അന്നത്തെ ടൈമില് അന്നത്തെ കാര്യങ്ങൾ ലൈഫ് എങ്ങനെയായിരുന്നു നോക്കും. പിന്നെ ആളുടെ ഫിലോസഫി, ആളുടെ തോട്ട് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തത് നോക്കും. പിന്നെന്താ പറയുന്നത്, പിന്നെ ആളുടെ ഐഡിയാസ് ആയിട്ടുള്ള കിങ്ഷിപ്പ്, ലോ, ജസ്റ്റ് റൂള്, അതേപോലെ തന്നെ ബ്യൂറോക്രസി, ആർമി, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഇതിൽ എന്തായിട്ടും ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോകും. പിന്നെ ആളുടെ തോട്ട് എങ്ങനെയാണ് നമ്മൾ പൊളിറ്റിക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തെന്നുള്ള കാര്യം നമ്മൾ നോക്കും. ഇനി യൂണിറ്റ് 11, ഇതാരാ? അബുൾ ഫസൽ അല്ലെ? അബുൾ ഫസൽ എന്ന് നോക്കും, ആളുടെ അന്നത്തെ ലൈഫ്, അന്നത്തെ ടൈമിലുള്ള കാര്യങ്ങൾ നോക്കും. ഫിലോസഫി നോക്കും. ആളുടെ മെത്തഡോളജി നമ്മൾ നോക്കും, ആൾ യൂസ് ചെയ്ത മെത്തേഡ് നമ്മൾ നോക്കും. ഇതെങ്ങനെയാ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് നോക്കും. പിന്നെ ആളുടെ മെയിൻ ഐഡിയ ആയിട്ടുള്ള പീസ്, സെക്കുലാറിസം, സോവറിനിറ്റി, ഡിവിഷൻ ഓഫ് സൊസൈറ്റി, ഡിവൈൻ ഒറിജിൻ ഓഫ് കിങ്, നാഷണാലിറ്റി, ഈ കാര്യങ്ങൾക്കൊക്കെ ആൾ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കാരണം എന്താണെന്ന് നോക്കും. പിന്നെ അഡ്മിനിസ്ട്രേഷൻ, പൊളിറ്റിക്കൽ റിഫോമും അഡ്മിനിസ്ട്രേഷനെ കുറിച്ചും ഏതിൽ അക്ബറിന്റെ സമയത്തുള്ള പൊളിറ്റിക്കൽ റിഫോം, അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് നമ്മൾ നോക്കും. പിന്നെ ഇതിൽ ലിമിറ്റേഷൻസും ക്രിറ്റിസിസും നമ്മൾ നോക്കും. ഇനിയാണ് യൂണിറ്റ് 12, ഇതിലെന്താ? അക്ക മഹാദേവി അല്ലേ? അപ്പൊ അക്ക മഹാദേവിയില് എന്താ പറയുന്നത്? ഇതിനകത്ത് അക്ക മഹാദേവിയുടെ ലൈഫ് എങ്ങനെയായിരുന്നു നോക്കും. അതേപോലെ തന്നെ ആളെ ഒരു സോഷ്യൽ, നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന കുറച്ച് പാട്രിയാർക്കി, അതേപോലെ തന്നെ സോഷ്യൽ ഓർഡറിനൊക്കെ എതിരെ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്, അതിനെന്താ കാരണം എന്നത് നോക്കും. അതേപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ഒരു ലിംഗായത്ത് ട്രഡീഷനെ കുറിച്ചും പഠിക്കും. ആ ഒരു ട്രഡീഷൻ ഇതായിട്ടുള്ള റിലേഷൻ എന്താ എന്നുള്ളത് നമ്മൾ പഠിക്കും. അതേപോലെ തന്നെ എന്താ പറയുന്ന ഒരു ഫെമിനിസ്റ്റ് ടച്ച് ആണ് ആർക്ക് കൊടുക്കുന്നത്? നമ്മൾ ഒരു അക്ക മഹാദേവിക്ക് കൊടുക്കുന്നത്. കാരണം ആൾ എന്തിനെതിരെ? പാട്രിയാർക്കിസത്തിന് എതിരാണ്, അതുകൊണ്ട് തന്നെ. പിന്നെ ഇതിന്റെ ക്രിറ്റിസിസം നോക്കും. അതാണ് നമ്മൾ ഒരു യൂണിറ്റ് 12 നമ്മൾ നോക്കുന്നത്. ഇനി നമ്മൾ യൂണിറ്റ് 13 നമ്മൾ എന്താ നോക്കുന്നത്? കബീർ അല്ലെ? കബീറിന്റെ അന്നത്തെ പൊളിറ്റിക്കൽ ഐഡിയാസ് എന്താണെന്ന് നോക്കും. പിന്നെ റിലീജിയസ് ഹാർമണി, കബീർ റിലീജിയസ് ഹാർമണിക്ക് ഇച്ചിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, അതെന്തുകൊണ്ടാണെന്നുള്ളത് നോക്കും. പിന്നെ കബീറിന് വുമണിനെ കുറിച്ചുള്ള തോട്ട്, വുമണിനെ എന്ത് കാഴ്ചപ്പാടിലാണ് കണ്ടായിരുന്നത് എന്നുള്ളത് നമ്മൾ ഇതിനകത്ത് നോക്കും. അതേപോലെ തന്നെ കബീറിന്റെ അന്നത്തെ കാലത്തുള്ള കബീറിന്റെ ലെഗസിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നോക്കും. അപ്പൊ ഈ ഒരു ചാപ്റ്റർ കൂടി കഴിയുന്നതോട് കൂടി നമ്മുടെ ഈ ഒരു പേപ്പർ, ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ട് എന്ന് പറയുന്ന ഈ ഒരു പേപ്പർ കംപ്ലീറ്റ് ആവും.
അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു പേപ്പറിനെ കുറിച്ച് അറിയാൻ, അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് അറിയാനുള്ളൂ. അപ്പൊ നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് തൊട്ട് നമ്മൾ ഈ ഒരു 13ാമത്തെ അല്ലെങ്കിൽ 13th യൂണിറ്റ് വരെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി എന്ത് ഓരോ ഐഡിയോളജീസ് എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തെ എഫക്ട് ചെയ്ത് നമ്മുടെ പൊളിറ്റിക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് എന്നതാണ് നമ്മൾ റിലേറ്റ് ചെയ്ത് പഠിച്ചു പോകുന്നത്. അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. അപ്പൊ ഇത് നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷൻ ആണ് പോയി. ഇതിന് ശേഷം നമ്മൾ ഓരോ യൂണിറ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ സെക്ഷൻസ് ഒരു ക്ലാസ് ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും താങ്ക് യു. നിങ്ങൾക്ക് ഈ ഒരു പേപ്പർ എന്താണെന്നൊരു ഐഡിയ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. സോ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.